കേരളത്തിലെ ഏക പൊന്തിഫിക്കൽ തീർത്ഥകേന്ദ്രമായ അഴീക്കോട് തീർത്ഥകേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നേരുകയാണ്. AD 52 നവംബർ മാസം 21-ാം തീയതിയാണ് തോമസ് ലീഹ ഈ മുസീരീസ് എന്ന് പറയുന്ന ഈ പട്ടണത്തില് കാലുകുത്തുന്നത്. ഈ മുസീരീസ് ഇവിടുത്തെ ഏറ്റവും വലിയ, ഭാരതത്തിലെ അതിനേക്കാൾ ഉപരി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. അന്ന് പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് കച്ചവടത്തിനായിട്ട് ആളുകൾ വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. അങ്ങനെയാണ് തോമസ് ലീഹ സിറിയയിൽ നിന്ന് ആദ്യമായിട്ട് ഭാരതത്തിലേക്ക് തന്റെ വിശ്വാസത്തിന്റെ യാത്ര പോരുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരുടെ കൂടെ അദ്ദേഹം ഈ ഭാരത മണ്ണിൽ, പ്രത്യേകിച്ച് മുസീരിസിന്റെ മണ്ണിൽ അദ്ദേഹം കാലുകുത്തിയിട്ടുണ്ട്. കേരള കത്തോലിക്ക സഭ അവരുടെ ഈറ്റില്ലം എന്ന് അവകാശപ്പെടുന്ന ഈ മണ്ണ് ഭാരതത്തിലെ എല്ലാ ക്രൈസ്തവരുടെയും തറവാടാണ്. ഇവിടെ നിന്നാണ് ഇതര സഭകള് പിന്നീട് രൂപപ്പെടുന്നതും മറ്റ് സഭകൾക്ക് വിശ്വാസത്തിന്റെ ആഴങ്ങൾ കാണാനൊക്കെ സാധിച്ചതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് 16-ാം നൂറ്റാണ്ട് വരെ ഈ സഭയുടെ പല സഭകളുടെയും കേന്ദ്രമായിട്ട് ഈ അഴീക്കോട് അല്ലെങ്കിൽ ഈ കൊടുങ്ങല്ലൂർ സ്ഥിതി ചെയ്യാനുണ്ടായ കാരണവും അത് തന്നെയാണ്. പ്രത്യേകിച്ച് ക്നായിത്തോമ്മൻ ഈ നാട്ടിൽ വന്നിറങ്ങിയതും ഈ മുസീരീസിൽ തന്നെയാണ്. ഇവിടെ ഇപ്പോഴും അവരുടേതായിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ നിന്നാണ് അവർ പിന്നീട് കോട്ടയം സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്നതൊക്കെ. അപ്പൊ ഇതിന് അങ്ങനത്തെ ഒരു വലിയ പാരമ്പര്യമുണ്ട്. ഇത് എല്ലാ സഭകളുടെയും ഈറ്റില്ലമാണ്, എല്ലാ സഭകളുടെയും തറവാടാണ്. തോമസ് ലീഹ ഭാരതത്തിലേക്ക് വരുമ്പോ ഈ മണ്ണിൽ കാലുകുത്തിയിട്ടാണ് പിന്നീട് സുവിശേഷ പ്രഘോഷത്തിനായിട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഇന്ന് ഈ മുസീരീസിൻ്റെതായിട്ടുള്ള ഒരു തെളിവുകളും ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇത് പിൽക്കാലത്ത് സുനാമി വന്ന് ഈ നഗരം നാമവിശേഷമാവുകയും പിന്നീട് ഇത് കൊടുങ്ങല്ലൂർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതൊക്കെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ടാണ്. ആയിരത്തി 1953 ഡിസംബർ 6-ാം തീയതിയാണ് തോമസ് ലീഹായുടെ വലതുകരത്തിന്റെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തില് സ്ഥാപിക്കാൻ ഇടവന്നത്. തോമസ് ലീഹ ഭാരതത്തിൽ വന്നതിന്റെ 1900 വർഷം ജൂബിലി ആഘോഷിക്കുമ്പോഴാണ് തോമസ് ലീഹായുടെ തിരുശേഷിപ്പ് സ്ഥിതി ചെയ്യുന്ന റോമിലെ, ഇറ്റലിയിലെ ഒർത്തോണ എന്ന സ്ഥലത്തുള്ള തോമസ് ലീഹായുടെ പേരുള്ള കത്തീഡ്രലിലെ തോമസ് ലീഹായുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വലതുകരത്തിന്റെ തിരുശേഷിപ്പാണ് ഭാരതത്തിലേക്ക് അന്നത്തെ പൗരസ്ത്യ സംഘത്തിന്റെ പ്രീഫെക്റ്റ് ആയിട്ടുള്ള കാർഡിനൽ യൂജിൻ ടിസറാങ് തിരുമേനി ഭാരതത്തിലേക്ക് വരുന്നതും ഈ തിരുശേഷിപ്പ് ഭാരത സഭയ്ക്കുള്ള സമ്മാനമായിട്ടാണ് തോമസ് ലീഹയുടെ വലതുകരത്തിന്റെ തിരുശേഷിപ്പ് ഭാരതത്തിന് തരുന്നത്. ഇത് ഇവിടെ കൊണ്ടുവരുമ്പോ ഇത് ആരെ ഏൽപ്പിക്കും എന്നതിന് കൃത്യമായ ധാരണയും പൗരസ്ത്യ സംഘത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് CMI സഭയെ ഏൽപ്പിക്കുന്നത്. CMI സഭയുടെ ജനറാളച്ചന് ഈ തിരുശേഷിപ്പ് ഏൽപ്പിക്കാനുള്ള സന്നദ്ധത അറിയിക്കുമ്പോൾ 1953 CMI സഭ 3 പ്രവിശ്യകളായിട്ട് തിരിയുന്നത്. 1953 മാർച്ച് മാസം 25-ാം തീയതി മാതാവിന്റെ മംഗളവാർത്ത തിരുനാളിന്റെ ദിവസമാണ് തൃശൂർ ദേവമാത പ്രവിശ്യ ജന്മം കൊള്ളുന്നത്. തുടർന്നാണ് അന്നത്തെ പ്രൊവിൻഷ്യാലിന് ഈ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിക്കാനുള്ള അനുവാദം നൽകുകയും അന്ന് ഇവിടെ CMI സഭയ്ക്ക് ഒരു ആശ്രമമോ ഇവിടെ ഒരു സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിക്കണമെന്ന ആഗ്രഹം ജനറാളച്ചൻ പ്രൊവിൻഷ്യാളച്ചനെ അറിയിക്കുമ്പോൾ ഇവിടെ ഒരു സ്ഥലം വാങ്ങാനും 1 ഏക്കർ ഭൂമി
വാങ്ങി 88 ദിവസം കൊണ്ടാണ് ഈ കാണുന്ന ദേവാലയം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ പെട്ടെന്നും അതിനേക്കാൾ ഉപരി ഇരിഞ്ഞാലക്കുട അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇതിന്റെ പുറകില് ഒരുപാട് പരിശ്രമിച്ചിട്ടുള്ളത്. അന്ന് 1953 ഡിസംബർ 6-ാം തീയതി തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് ഇവിടെ ജലഘോഷയാത്രയാക്കി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത് വലിയൊരു ആഘോഷമാക്കിയിട്ടാണ് ഈ തിരുശേഷിപ്പിനെ ഇവിടെ സ്വീകരിച്ചതും ഇവിടെ സ്ഥാപിക്കുന്നതും. ഈ 88 ദിവസത്തെ വലിയ പരിശ്രമത്തിന്റെ ഫലമായി ഇങ്ങനെ ഒരു പള്ളി ഇവിടെ ഉണ്ടാവുകയും ഇത് നോക്കുമ്പോൾ വത്തിക്കാനിന്റെ രൂപത്തിലാണ് ഈ പള്ളിക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം ഭാരതത്തിലെ ഏക പൊന്തിഫിക്കൽ തീർത്ഥകേന്ദ്രമാണ് ഈ അഴീക്കോടുള്ള മാർ തോമാസ് ലീഹായുടെ നാമത്തിൽ സ്ഥാപിതമായ ഈ പൊന്തിഫിക്കൽ തീർത്ഥകേന്ദ്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ റോമിനോടുള്ള ഒരു ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പള്ളിക്ക് വത്തിക്കാനിന്റെ ഒരു മിനിയേച്ചർ ഫോം കൊടുത്തിട്ട് ഈ പള്ളി സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെ 88 ദിവസത്തെ വലിയ പരിശ്രമം കൊണ്ട് ഈ പള്ളി സ്ഥാപിക്കുകയും 88ാമത്തെ ദിവസം ഡിസംബർ മാസം 1953 ഡിസംബർ മാസം 6-ാം തീയതി ഈ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിക്കുകയാണ്. അതിനുശേഷം ഈ സ്ഥലം ഇതൊരു പുണ്യഭൂമിയാണ്. ഈ സ്ഥലത്ത് തോമാസ് ലീഹായുടെ പാദസ്പർശമേക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു ഭൂമിയാണിത്. ഏകദേശം 20 വർഷക്കാലം തോമാസ് ലീഹ നടന്നു നീങ്ങിയ ഈ ഭൂമി, ഇവിടെ നിന്നാണ് തോമാസ് ലീഹ തന്റെ ഭാരതത്തിലെ വിശ്വാസയാത്ര ആരംഭിക്കുന്നത്. അന്ന് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് മുസീരീസ് എന്നാണ്. മുസീരീസ് അന്ന് ഭാരതത്തിൽ അറിയപ്പെടുന്ന, ഏഷ്യയിൽ അറിയപ്പെടുന്ന വലിയ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു. അതുകൊണ്ടാണ് സിറിയയിൽ നിന്ന് കച്ചവടക്കാരുടെ കൂടെ തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വരുന്നതും പ്രത്യേകിച്ച് ഈ കടൽത്തീരത്ത് ഇവിടെ ഏറ്റവും സൗകര്യമായി വഞ്ചികൾക്കും ബോട്ടിനുമൊക്കെ അടുക്കാവുന്ന ഒരു ഇടമായതുകൊണ്ടാണ് തോമാസ് ലീഹ ഈ സ്ഥലം തെരഞ്ഞെടുത്തതും ഇവിടെ മുസീരീസിൽ അദ്ദേഹം കാലുകുത്തുന്നതും. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ യാത്ര ഇവിടെ നിന്ന് ആരംഭിച്ചു. പിന്നീട് ഇവിടെ ഒരു സമൂഹം ഉണ്ടാവുകയും നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളത് പോലെ തോമാസ് ലീഹ 7 പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇന്ന് കാണുന്ന പോലെ ഇതുപോലെയുള്ള ഒരു പള്ളിയല്ല തോമാസ് ലീഹായുടെ മനസ്സിലും നമ്മുടെ മനസ്സിലും 7 പള്ളികളെ കുറിച്ച് ഉണ്ടാവേണ്ടത്. പള്ളി എന്നതുകൊണ്ട് ഒയ്ക്കോസ്, ഒരു ഭവനം, കർത്താവിന്റെ ഭവനം എന്നുപോലെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം, വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ് പള്ളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ തോമാസ് ലീഹ ഏകദേശം 8 സമൂഹങ്ങളെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആദ്യത്തെ സമൂഹം. അതുകൊണ്ട് തന്നെയാണ് 16-ാം നൂറ്റാണ്ട് വരെ സീറോ മലബാർ സഭയുടെയും മറ്റ് സഭകളുടെയും ഒക്കെ ആസ്ഥാനം കൊടുങ്ങല്ലൂരായിരുന്നു. കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഈറ്റില്ലമാണ്. ഈ ഭാരതത്തിൽ ആദ്യമായി ക്രിസ്തുവിന്റെ വെളിച്ചവും ക്രിസ്തുവിന്റെ സുവിശേഷവും ഇറങ്ങിയ, ക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിച്ച ഒരു മണ്ണാണ് ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണ്. അതുകൊണ്ട് തന്നെ ഇത് വിശ്വാസികളുടെ ഈറ്റില്ലമാണ്. ഇത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ തുടക്കത്തിന്റെ സ്ഥലമാണ് ഭാരതത്തിലേത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് വലിയ വിശുദ്ധിയുടെ ഒരു പരിവേഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഈ നാട് ഒരു പുണ്യ ഭൂമിയാണ്, പുണ്യഗേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് തോമാസ് ലീഹ 1900 വർഷത്തിന് ശേഷം തോമാസ് ലീഹ ഭാരതത്തിലേക്ക് തിരിച്ചു വരുന്നത് തിരുശേഷിപ്പിന്റെ രൂപത്തിലാണ്. ആ തിരുശേഷിപ്പ് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യവും ഈ അഴീക്കോടിനുണ്ടായി എന്നുള്ളത് അത് ഒരു ദൈവ നിയോഗമാണ്. ആയിരത്തി 1953 ഡിസംബർ 6-ാം തീയതിയാണ് വിശുദ്ധ തോമാസ് ലീഹായുടെ വലതുകരത്തിന്റെ തിരുശേഷിപ്പ് റോമിൽ നിന്ന് അഴീക്കോട്ടേക്ക് സ്ഥാപിക്കുന്നതും പിന്നീട് വണക്കത്തിനായിട്ട്, പൊതു വണക്കത്തിനായിട്ട് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നതും. 1953 എന്നത് തോമാസ് ലീഹ ഭാരതത്തിൽ വന്നതിന്റെ 1900 വർഷത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന സമയത്താണ് കേരളത്തിന്, പ്രത്യേകിച്ച് ഭാരത സഭയ്ക്ക് റോം തന്ന വലിയ സമ്മാനമാണ്
വിശുദ്ധ തോമാസ് ലീഹായുടെ വലതുകരത്തിന്റെ ഈ തിരുശേഷിപ്പ്. തോമാസ് ലീഹ വലതുകരം നീട്ടി കർത്താവിന്റെ വിലാവിൽ തൊടുകയും വിശ്വാസം ഏറ്റുപറയുകയും മാർ വാലാഹ്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഉറക്കെ ഏറ്റുപറയുകയും ചെയ്ത തോമാസ് ലീഹായെ ഈ ഭാരതമണ്ണിലേക്ക് കർത്താവ് അയക്കുമ്പോൾ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ തോമാസ് ലീഹ ഇവിടെ വരികയും ഏകദേശം 20 വർഷക്കാലം ഭാരതത്തിൽ തോമാസ് ലീഹ ഇവിടെ നിന്ന് പാലയൂരുക്കും പിന്നീട് കൊല്ലം വരെ തോമാസ് ലീഹ യാത്ര ചെയ്യുകയും ചെയ്തതിനു ശേഷം 7 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തോമാസ് ലീഹായുടെ വിശ്വാസത്തിന്റെ ദൃഢത നമ്മൾ മനസ്സിലാക്കുന്നത് തോമാസ് ലീഹ അവിശ്വാസിയായിരുന്നില്ല, മറിച്ച് തോമാസ് ലീഹ വിശ്വാസത്തിന്റെ വലിയ പ്രഘോഷകനായിരുന്നു. വിശ്വാസം പ്രഘോഷിക്കാനാണ് തോമാസ് ലീഹ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ എനിക്ക് കാണണം, എനിക്ക് വേണ്ടി മുറിവേറ്റ കർത്താവിന്റെ മുറിപ്പാടുകൾ ഞാൻ കാണണം, ആ മുറിപ്പാടുകൾ തൊട്ട് എനിക്ക് പറയണം, നീയാണ് എന്റെ കർത്താവ്, നീയാണ് എന്റെ ദൈവം. അതാണ് തോമാസ് ലീഹ ശാഠ്യം പിടിച്ചതും. ആ ശാഠ്യത്തിന് മുമ്പിൽ ഈശോ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ വന്നു നിന്ന് തോമാസ് ലീഹയുടെ ശാഠ്യത്തിന് മുമ്പിൽ എല്ലാം ഏറ്റുപറയാനായിട്ട് നിന്നു കൊടുക്കുകയാണ്. തോമാസ് ലീഹായുടെ വലതുകരത്തിന്റെ തിരുശേഷിപ്പില് നമ്മൾ തൊടുമ്പോ അന്ന് തോമാസ് ലീഹ ഈശോയുടെ ഹൃദയത്തിലേക്ക് കരം നീട്ടി മുറിപ്പാടിൽ തൊട്ടതുപോലെ തോമാസ് ലീഹയുടെ തിരുശേഷിപ്പിലൂടെ നമ്മൾ തൊടുമ്പോ നമ്മളും ഈശോയുടെ മുറിപ്പാടുകളെ തൊടുകയാണ്. നമ്മളും ഈ മുറിപ്പാടുകളെ തൊടുമ്പോ നമുക്ക് വേണ്ടി മുറിയപ്പെട്ട ഹൃദയമാണത്, നമുക്ക് വേണ്ടി മുറിയപ്പെട്ട ശരീരമാണത് എന്ന് തിരിച്ചറിയുന്ന സമയമാണ്. നമുക്കും ഈ തിരുശേഷിപ്പിനെ തൊട്ട് നമുക്കും മാർ വാലാഹ്, നീയാണ് എൻ്റെ ദൈവം, നീയാണ് എൻ്റെ രക്ഷകൻ എന്ന് ഏറ്റുപറയാനായിട്ട് സാധിക്കുമ്പോഴാണ് ഈ തീർത്ഥകേന്ദ്രത്തിലേക്കുള്ള തീർത്ഥയാത്രയും ഈ തീർത്ഥകേന്ദ്രത്തിൽ വന്നുള്ള വിശ്വാസ പ്രഘോഷണത്തിനും അർത്ഥം കൈവരുന്നത്. തോമാസ് ലീഹ കർത്താവിന്റെ വിലാവിലേക്ക് കരനീട്ടി എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന പ്രഘോഷണത്തിലൂടെ വിശ്വാസത്തിന് സാക്ഷി വഹിക്കാനുള്ള വലിയ തീക്ഷ്ണമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു തോമാസ് ലീഹ മാർ വാലാഹ് എന്ന് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞതിലൂടെ സംഭവിച്ചത്. തോമാസ് ലീഹായുടെ വലതുകരത്തിന്റെ തിരുശേഷിപ്പ് കുടികൊള്ളുന്ന ഈ ആലയം ഇവിടെ തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. നവംബർ മാസം 21-ാം തീയതിയാണ് തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വന്നതെന്നാണ്, പ്രത്യേകിച്ച് ഈ മുസീരിയസിന്റെ മണ്ണില് കാലുകുത്തിയത് നവംബർ മാസം 21-ാം തീയതി എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സാധാരണ തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ജൂലൈ മാസം 3-ാം തീയതിയാണ്. അത് ദുഃഖറാന എന്ന തിരുനാൾ, ഓർമ്മ പെരുന്നാളാണത്. ആ ഓർമ്മ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടാടുന്നത്, നമ്മൾ ഓർമ്മ പുതുക്കുന്നത് തോമാസ് ലീഹായുടെ മരണമാണ്, തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വമാണ്. പക്ഷെ ഇവിടെ തോമാസ് ലീഹായുടെ തിരുനാൾ നമ്മൾ ജൂലൈ 3-നല്ല ആഘോഷിക്കുന്നത്, മറിച്ച് നവംബർ മാസത്തിലെ 21 കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ്. നവംബർ മാസം 21-ാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ അന്നും, അതല്ലെങ്കിൽ 21 കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് തോമാസ് ലീഹായുടെ ഭാരത പ്രവേശന തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഈ വർഷം ഈ ഭാരത പ്രവേശന തിരുനാൾ തുടങ്ങുന്നത് നവംബർ മാസം 15-ാം തീയതിയായിരുന്നു. നവംബർ മാസം 15-ാം തീയതി മുതൽ നവംബർ മാസം 24-ാം തീയതി വരെയാണ് ഇവിടുത്തെ തിരുനാൾ. 23-ാം തീയതിയും 24-ാം തീയതിയും തിരുനാളിന്റെ ഏറ്റവും ആഘോഷകരമായ ദിവസങ്ങളാണ്. 17-ാം തീയതിയാണ് ഇവിടുത്തെ കൊടി കയറിയത്. തൃശ്ശൂര് ദേവമാതാ പ്രവിശ്യയുടെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട ജോസ് നന്ദിക്കരച്ചനാണ് ഈ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള കൊടി കയറ്റിയത്. 23-ാം തീയതി തിരുനാളിന്റെ തലേ ദിവസം കോട്ടപ്പുറം രൂപതയുടെ അധ്യക്ഷൻ അംബ്രോസ് പിതാവ് ഇവിടെ വരികയും വിശുദ്ധ ബലി അർപ്പിക്കുകയും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുകയാണ്. 24-ാം തീയതി 10 മണിക്ക് ഈ തീർത്ഥകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്
ഇരിഞ്ഞാലക്കുട രൂപതയുടെ അതിർത്തിയിലാണ്. ഒരുപക്ഷെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഏറ്റവും അറ്റത്തുള്ള ഒരു പള്ളിയാണ് ഇത്. അതുകൊണ്ട് 24-ാം തീയതി ഈ രൂപതയുടെ അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് ഇവിടെ വരികയും 10 മണിക്ക് ബലിയർപ്പിക്കുകയും തുടർന്ന് നൊവേനയും പിന്നീട് നേർച്ച ഭക്ഷണം ആശീർവദിക്കുകയും ചെയ്യും. 4 മണിക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെയുള്ള പ്രദക്ഷിണം ഇത് ജലഘോഷയാത്രയാണ്. തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് ബോട്ടിൽ വെച്ച് ഈ പെരിയാർ നദിയിലൂടെ തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് ഈ കരകളെ ആശീർവദിക്കാനായിട്ട് ഈ പെരിയാർ നദിയിലൂടെ കടന്നുപോകും. വൈകിട്ട് നാടകത്തോടു കൂടിയാണ് ഈ തിരുനാൾ അവസാനിക്കുന്നത്. മാർ തോമാസ് ലീഹായുടെ ഈ തീർത്ഥകേന്ദ്രത്തിലേക്ക് വരുന്ന എല്ലാ തീർത്ഥാടകരെയും ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ തീർത്ഥകേന്ദ്രത്തിൽ വരുന്നവർക്ക് മാർ തോമാസ് ലീഹായുടെ വലതുകരത്തിന്റെ, പ്രത്യേകിച്ച് ഭാരതത്തിലെ ഏക പൊന്തിഫിക്കൽ തീർത്ഥകേന്ദ്രമായ ഈ തീർത്ഥകേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന തോമാസ് ലീഹായുടെ വലതുകരത്തിന്റെ തിരുശേഷിപ്പ് തൊട്ട് നമസ്കരിക്കാനും വിശ്വാസം അതിന്റെ പൂർണ്ണത ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാനുമുള്ള സൗകര്യമുണ്ട്. അവിടെ ഒരുക്കിയിട്ടുള്ള സന്നിധിയിൽ സമയം ചിലവഴിച്ച് ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരുന്നവർക്ക് തോമാസ് ലീഹായുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, സുവിശേഷ യാത്രയുമായി ബന്ധപ്പെട്ട് 33 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സ്ക്രീൻ പ്ലേ ഒരുക്കിയിട്ടുണ്ട്. അതും കണ്ട് വിശ്വാസത്തെ, തോമാസ് ലീഹ എങ്ങനെയാണ് തന്റെ വിശ്വാസത്തെ ജീവിച്ചതും എത്രമാത്രം സഹനങ്ങളിലൂടെയാണ് തോമാസ് ലീഹ കടന്നുപോയിട്ടാണ് ഇവിടെയുള്ള ഭാരത കത്തോലിക്ക സഭയ്ക്ക് രൂപം കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇവിടെ വരുന്നവർക്ക് ഈ പെരിയാർ നദി, ഈ പുഴയുടെ മുന്നിലൂടെ ഒഴുകുന്ന നദി പെരിയാർ നദിയാണ്. പെരിയാർ നദിയുടെ ഒരു ശാഖയാണിത്. ഇത് അറബിക്കടലിലേക്ക് ചെന്നു ചേരുന്ന അഴിമുഖമാണ് ഈ തീർത്ഥകേന്ദ്രത്തിന്റെ വലതുവശത്ത് കാണുന്ന സ്ഥലം. അവിടെ ഈ പുഴയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് പുഴയിലൂടെ സഞ്ചരിക്കാനുള്ള ബോട്ടും ഒക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സൗകര്യമുള്ളവർക്കും താല്പര്യമുള്ളവർക്കും അതും ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എപ്പോഴെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിന് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ മനസ്സ് കലങ്ങിയിരിക്കുമ്പോൾ ശാന്തമായി ഒന്നിരിക്കാൻ തോമാസ് ലീഹ കർത്താവിനെ തൊട്ട് ശാന്തതയോടുകൂടി വിശ്വാസം ഏറ്റുപറഞ്ഞതുപോലെ ഇവിടെയും വന്നിരുന്ന് ശാന്തമായി ഈ തീർത്ഥകേന്ദ്രത്തിൽ വന്നിരുന്ന് സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനുമുള്ള അവസരമുണ്ട്. ഇവിടെ വന്ന് പാപസങ്കീർത്തനത്തിന് ഏത് സമയത്ത് ഇവിടെ വന്നാലും ആർക്കും പാപസങ്കീർത്തനം നടത്തി തിരിച്ചു പോകാനും മനഃശാന്തിയോടുകൂടി ഇവിടെ നിന്ന് തിരിച്ചു പോകാനും വിശ്വാസത്തിന്റെ വലിയ പ്രഘോഷകരാവാനും ഒക്കെയുള്ള സാധ്യതകൾ ഈ ഭവനത്തിനുണ്ട് എന്നുള്ളതും അറിയിക്കാനായിട്ട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ തീർത്ഥകേന്ദ്രത്തിലേക്ക് ഹൃദ്യമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്.